ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് ചെന്നൈക്ക് പോവാണ്. അതിൻ്റെയാണ് വീഡിയോ. ചെന്നൈയിൽ നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെന്നൈക്ക് പോവാം. അപ്പം മെട്രോ സ്റ്റേഷനിലെത്തി. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമുക്ക് സൗത്തിൽ നിന്നാണ് ട്രെയിന്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഫാമിലി മാത്രമല്ല, ഓൾ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ലഗേജ് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് എസ്കലേറ്ററിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്മ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ ആദ്യം കയറിപ്പോയി. അപ്പോൾ അതേ ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ മെട്രോ കയറാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അച്ഛൻ അതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മെട്രോ ബാഗ് ലഗേജ് കാര്യങ്ങളെല്ലാം മെട്രോ ടിക്കറ്റ് എറണാകുളം സൗത്തിലേക്ക് അങ്ങനെ ലിഫ്റ്റ് കയറി. ലിഫ്റ്റ് വന്ന് നിർത്തിയതപ്പോൾ തന്നെ മെട്രോ വന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതൊന്നും വീഡിയോ എടുത്തില്ല. നേരെ മെട്രോ കയറി. ഇനിയിപ്പോൾ എറണാകുളം സൗത്ത് മെട്രോ കയറിയപ്പോൾ ഒരു ആശ്വാസം. അത്രയും ചൂടിൻ്റെ ഇടയിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടില്ല. സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അമ്മണിനെയും അവരെയൊക്കെ കാണാൻ കാത്തു നിൽക്കുകയാണ്. അവരും വരാതെ അവരെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നൊന്നും എടുത്തില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. അതേ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒട്ടുമിക്ക എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവരൊക്കെ കുറച്ച് ലേറ്റായിട്ട് എത്തിയത്. ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചതിൻ്റെ അടുത്ത് ഹായ് പറയാം. അവരൊക്കെ ഹായ് പറയാണ്. അത് ലഗേജ് കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് അങ്ങനെ നമ്മൾ ഇനി ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ട് കുറച്ച് പേരും കൂടി വരാനുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ അതിൻ്റെ അവിടെ ബാക്കിലുള്ള റൂമുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഇരിക്കുകയാണ്. ഞാൻ ആ കടയിൽ പോയിട്ടൊരു പോപ്കോണും ക്യാഷിനായിട്ടൊക്കെ വാങ്ങിച്ചു. നോർമൽ പോപ്കോണുണ്ട്, അതൊന്ന് ക്യാഷിനായിട്ടൊക്കെ വാങ്ങിച്ചതാണ്. പിന്നെ അതേ പിള്ളേരൊക്കെ സെറ്റായിട്ട് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുക. കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അത് ചൂടെടുത്തിട്ട് രക്ഷയില്ല. അന്യായ ചൂട്. ഫുള്ള് വിശർത്ത് നാശമായി. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ഥലം കിട്ടുന്നതനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും.